إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. സമാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമദയാലുവും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും നിയമാവലികളും പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് അവന്റെ ഉത്കൃഷ്ടദാസരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വജീവിതത്തിൽ അള്ളാഹുവെ തിരിച്ചറിയുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ വൈവിധ്യപൂർണമായി കടന്നു വരുമ്പോൾ ആ മേഖലയിൽ അള്ളാഹുവെ തിരിച്ചറിയുക എന്നുള്ളത് വലിയ പ്രസക്തമായ മൂല്യമേറിയ ഒരു ജ്ഞാനമാണ്. അങ്ങനെ അള്ളാഹുവെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നാം തിരിയേണ്ടത്, പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് നമ്മെപ്പറ്റി തന്നെയാണ്. ആധുനിക മനഃശാസ്ത്രത്തിൽ, മോഡേൺ സൈക്കോളജിയിൽ വിജയത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ വിജയത്തിനു വേണ്ടിയുള്ള ചവിട്ടുപടികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. വിശാലമായ പല ഗവേഷണങ്ങളും ആ വിഷയത്തിൽ നടന്നു പോരുന്നുമുണ്ട്. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന ആ വിജയം ഏത് രൂപത്തിൽ അത് സാധിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഗവേഷണം വ്യവസ്ഥാപിതമായി തന്നെ ലോകത്ത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എഴുതപ്പെട്ട, അതിൽ സമർപ്പിക്കപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഒരു തിയറി എന്ന് പറയുന്നത്, സ്വന്തത്തെ എത്ര കണ്ട് മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുവോ അത്രയും വിജയം എളുപ്പമായി ആ മനുഷ്യന് സാധ്യമാകുമെന്നുള്ളതാണ്. ഓരോ മനുഷ്യരും സ്വന്തത്തെ പറ്റി പഠിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ, ഉദാഹരണമായി പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ എടുക്കുകയാണ് എങ്കിൽ, ആ പഠന വിധേയമാക്കുന്ന വിഷയങ്ങളെ പറ്റി കൃത്യമായി പഠിക്കുന്ന ആ കുട്ടി തന്നെ ഒന്ന് ആദ്യം പഠന വിധേയമാക്കുകയാണ് എങ്കിൽ, അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന
പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടാൻ ആ മനുഷ്യന് കഴിയും. ഏതൊരു മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഞാൻ ആര് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദിവ്യ വെളിപാടായി ഓതിക്കൊടുക്കുന്ന പ്രഥമ വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് ആ വലിയ ഒരു ചിന്തയെ പറ്റിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം സാധ്യമാക്കുന്ന ഭാഗം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, മനുഷ്യ നീ നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. വലിയ ഒരു ചിന്താ വിപ്ലവത്തിന്റെ ആലോചന മണ്ഡലത്തിന്റെ വലിയ ഒരു വാതായനം അവിടെ അള്ളാഹു തുറന്നു വെക്കുന്നുണ്ട്. പിന്നീട് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനിലേക്ക് തന്നെയുള്ള ഒരു എത്തിനോട്ടമായി ഒരു പഠന മേഖലയായി അള്ളാഹു ആ ഭാഗത്ത് തുറന്നിടുന്നുണ്ട്. പ്രഥമമായി ദൈവം മനുഷ്യനോട് നൽകുന്ന ദിവ്യ വെളിപാടിന്റെ രണ്ടാമത്തെ വചനം പറയുന്നത് മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റിയാണ്. അപ്പോ ഒന്നാമത്തെ വചനം പറഞ്ഞു വെച്ചതിന് ശേഷം രണ്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു മനുഷ്യനോട് പറയുന്നത് എന്നെ മുൻനിർത്തി നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ നിങ്ങളെ ഈ രൂപത്തിൽ എങ്ങനെയാണ് സംവിധാനിച്ചത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അള്ളാഹു പറയുന്നു, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സംയോജിതമാകുന്ന ഒരു വസ്തുവിൽ നിന്നുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് വലിയ ഒരു ചിന്തയാണ്. അത് മനുഷ്യനെ പറ്റിയുള്ള, മനുഷ്യൻ ഉത്ഭുതമാകുന്ന, മനുഷ്യൻ രൂപപ്പെടുന്ന പ്രഥമ ഘട്ടത്തെ എടുത്തുയർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, നീ നിന്നെ പറ്റി തന്നെ പഠിക്കേണ്ടതുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പഠിക്കുന്നു. അതീവ സങ്കീർണമായ ഇടങ്ങളിലൂടെ, വേളകളിലൂടെ, നിമിഷങ്ങളിലൂടെ മനുഷ്യന്റെ ശരീരം അത് രൂപപ്പെട്ടു വരുന്നതിന്റെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളെ പറ്റി അത് പഠനവിധേയമാക്കുന്നു. സ്വാഭാവികമായും ആ പഠനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ആ ഒന്നാമത്തെ വചനത്തിലേക്ക് തന്നെയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നു മനുഷ്യൻ. ഇവിടെ നമുക്ക് സാധ്യമാകേണ്ടത് നമ്മെ പറ്റിയുള്ള വലിയ തിരിച്ചറിവുകളാണ്, അറിവുകളാണ്, വിജ്ഞാനങ്ങളാണ്. മനുഷ്യനെ പറ്റി രചിക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഭൂമിയിൽ. മനുഷ്യാവയവങ്ങളെ പറ്റി പ്രത്യക്ഷത്തിൽ ഒരു മനുഷ്യനെ നോക്കിക്കാണുമ്പോൾ കാണാൻ സാധിക്കുന്ന അവയവങ്ങൾക്കപ്പുറത്ത് ആന്തരികമായി സംവിധാനിക്കപ്പെട്ട അതീവ സങ്കീർണമായ പ്രവർത്തന രൂപങ്ങളുള്ള, കടുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണ് എങ്കിൽ മനുഷ്യ ജീവിതം അവസാനിപ്പിക്കുമാറ് സങ്കീർണമായിട്ടുള്ള അവയവങ്ങൾ മനുഷ്യ ശരീരത്തിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ വളരെ തകൃതിയായി നമ്മുടെ ലോകം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആധുനിക സർജറികളെ പറ്റിയുള്ള വലിയ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു തുള്ളി രക്തം പോലും ശരീരത്തിൽ നിന്നും പൊടിയാതെ ശരീരത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മുഴകളും അത്തരത്തിലുള്ള അധിക വളർച്ചയുള്ള ഭാഗങ്ങളും മുറിച്ചെടുത്തു മാറ്റാൻ സാധ്യമാകുന്ന, അലിയിച്ചു കളയാൻ സാധ്യമാകുന്ന ആധുനിക വളർച്ചയിലേക്ക്, വികാസത്തിലേക്ക് മനുഷ്യന്റെ വിജ്ഞാനം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾക്ക് ഏറെ സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ. പരിശുദ്ധ ഖുർആൻ അതിന്റെ ആകത്തുകയായിക്കൊണ്ട് വലിയ ഒരു വാസ്തവം മനുഷ്യരാശിയോട് പറയുന്നത് സൂറത്തു തീനിലൂടെ. ഇത്തരത്തിലുള്ള വികാസങ്ങൾക്കും ഇത്തരത്തിലുള്ള വളർച്ചകൾക്കും മനുഷ്യന് സാധ്യമാകുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ കാണുന്ന വളർച്ചയെല്ലാം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹു നിങ്ങളെ സംവിധാനിച്ചിട്ടുള്ള ആ ഉത്കൃഷ്ടമായ ഘടന ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടെയുണ്ട് ഈ പറയുന്ന വികാസങ്ങളുടെ എല്ലാം മൂലകാരണം. അവിടെയുണ്ട് മനുഷ്യൻ എത്തിപ്പിടിക്കുന്ന എല്ലാ ഉയർച്ചകൾക്കുമുള്ള ചവിട്ടുപടി എന്താണ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്ന മനുഷ്യർക്ക് കൃത്യമായ ദൃഷ്ടാന്തം അവിടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും ഉത്കൃഷ്ട ഘടനയോടുകൂടി മനുഷ്യ നിന്റെ റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെയും അവസാനിപ്പിക്കാതെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇരുകാലിൽ നടക്കുന്ന വാലില്ലാത്ത മനുഷ്യനോട്, ജീവിയോട്, സംസാരിക്കുന്ന ജീവിയായ എന്നോടും നിങ്ങളോടും, മരണപ്പെട്ടു പോയ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ മുഴുവൻ മനുഷ്യരാശിയോടും അള്ളാഹു പറയുന്നു. ആ വചനം നമ്മളുടെ ഹൃദയങ്ങളെ പുളകം കൊള്ളിക്കേണ്ടതുണ്ട്. ആ വചനം നമ്മുടെ മനസ്സിനെ പിടിച്ചുലക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, വലഖദ് കറംനാ ബനി ആദം. ആദം സന്താനങ്ങളെ, ആദം സന്തതികളെ നിങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു. ആരാണ് പറയുന്നത്?
അഖിലാണ്ട പ്രപഞ്ചങ്ങളെ സംവിധാനിക്കുന്ന, മുഴുവൻ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും വഴി കാണിക്കുകയും കൃത്യമായ ഇടവേളകളിൽ അതിന് പോഷണവും ശോഷണവും നടത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങൾ ഓരോരുത്തരോടുമായി പറയുന്നു, നിങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മെ ആദരിച്ചിരിക്കുന്നു. എന്താണ് ആ വലിയ ആദരവ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ ആ ഭാഗത്തൂടെ പറയുന്നുണ്ട്, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. കടലിലൂടെയും കരയിലൂടെയും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവനാണവൻ. അള്ളാഹു എടുത്തു പറഞ്ഞ ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് സഞ്ചരിക്കാനുള്ള സംവിധാനം, അതിനുവേണ്ടിയുള്ള ഘടന നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വറസഖ്നാഹും മിനത് തയ്യിബാത്ത്. ഏറ്റവും ഉത്കൃഷ്ടമായ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനും അവൻ തന്നെയാണ്. വലിയ ആദരവാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. മറ്റൊരു സൃഷ്ടിക്കും നൽകപ്പെടാത്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾ മനുഷ്യ നിനക്ക് നിന്റെ രക്ഷിതാവ് തന്ന് അവരെ ആദരിക്കുന്നതിന് മുകളിലായിക്കൊണ്ട് മഹത്തായ ആദരവ് നിനക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എന്നെപ്പറ്റിയും നിങ്ങളെപ്പറ്റിയും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നമ്മെ പറ്റി പഠിക്കണം. മനുഷ്യരെ പറ്റിയുള്ള പഠനം രക്ഷിതാവിങ്കലേക്കുള്ള ചിന്തയിലേക്ക് നമ്മെ നയിക്കണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ ഒരു പ്രസക്തമായ ഭാഗം കൂടി പറയുന്നുണ്ട് മനുഷ്യനെ പറ്റി, നമ്മെ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ പറയുന്നു, വഖുലിക്കൽ ഇൻസാനു ളഈഫ. കാര്യം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ചിന്തയുണ്ട്, വികാസമുണ്ട്, അങ്ങേയറ്റം ചിന്താമണ്ഡലങ്ങൾ വ്യാപിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട്, എല്ലാത്തിനെയും കീഴൊതുക്കാനുള്ള ആധിപത്യ മനോഭാവമുണ്ട്. അത്തരത്തിലുള്ള വിഭവങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് എങ്കിലും മനുഷ്യൻ നീ തിരിച്ചറിയണം, വഖുലിക്കൽ ഇൻസാനു ളഈഫ. അങ്ങേയറ്റം ദുർബലതയോടുകൂടിയാണ് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങേയറ്റം ദുർബലതകൾ ഇതിനോടൊപ്പം തന്നെ അള്ളാഹു നമ്മിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ ദുർബലതകളെ പറ്റി ഏറെ വിശദീകരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ? നമ്മുടെ ചിലവിൽ നാം കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് നമ്മുടെ വീട്ടിൽ വളരുന്ന ഇതര ജന്തുജാലങ്ങളെ പഠനവിധേയമാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിൽ നൽകിയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ദുർബലതയെപ്പറ്റി കൃത്യമായ ബോധം നമുക്കതിലൂടെ തന്നെ നേടാൻ കഴിയും. ഇതര ജന്തുജാലങ്ങൾ അവരുടെ സൃഷ്ടിപരമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ട്, അറിവ് കൊണ്ട് അവർ കാണിക്കുന്ന, അവർ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത്ഭുതത്തോടുകൂടി മനുഷ്യൻ നോക്കിക്കാണുന്നു. അങ്ങേയറ്റം ദുർബലതയോടുകൂടി മനുഷ്യൻ ജനിക്കപ്പെടുന്നു. കാട്ടിൽ അധിവസിക്കുന്ന, വിവരമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, ചിന്താമണ്ഡലങ്ങൾ ഒന്നും നൽകപ്പെടാത്ത കണ്ടാമൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനന സമയത്ത് തന്റെ മാതാവിന്റെ പക്കൽ നിന്നും ഓടിയകലുന്ന രംഗം ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ തള്ളക്കണ്ടാമൃഗത്തിന്റെ നാവ് കൊണ്ട് തന്റെ ശരീരത്തിൽ ഉരതരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പിറന്നു വീഴുന്ന കണ്ടാമൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്റെ ഉമ്മയുടെ മാതാവിന്റെ സമീപത്ത് നിന്നും ഓടിപ്പോകുന്നു. ആരാണ് ഈ വിജ്ഞാനത്തെ ആ ജീവികളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ളത്? മനുഷ്യന്റെ ഒരു കുഞ്ഞിനോട് ഈ ജീവിയെ ഒന്ന് സമീകരിച്ചു നോക്കുകയാണ് എങ്കിൽ എവിടെയാണ് ഈ നിലവാരം വന്നെത്തി നിൽക്കുന്നത്? നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹു പറയുന്നു, വഖുലിക്കൽ ഇൻസാനു ളഈഫ. അഹങ്കാരം വേണ്ടതില്ല, ജീവിതത്തിൽ അഹങ്കാരം വേണ്ടതില്ല. ജീവിത നിലവാരം ഉയർന്നു എന്ന് കരുതി, ഭൗതിക വിഭവങ്ങൾ ആർജിച്ചു എന്ന് കരുതി ജീവിതത്തിൽ അഹങ്കാരം വേണ്ടതില്ല. ഒരുപാട് ദുർബലതകൾ നിന്റെ ജീവിതത്തിൽ ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുർബലതയായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷയമായി ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് മനുഷ്യന് മാർഗദർശനം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഒരു കാര്യത്തെ സ്വന്തം നിലക്ക് മനസ്സിലാക്കുവാൻ, എന്താണ് ശരിയെന്നും എന്താണ് ആത്യന്തികമായ ശരിയെന്നും എന്താണ് ആത്യന്തികമായ തിന്മയെന്നും വ്യവച്ഛേദിക്കാനുള്ള കഴിവ് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടില്ല. സ്വാഭാവിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും. ആധുനിക ലോകം അവരുടെ രാജ്യങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു. നമ്മൾ പല നിയമങ്ങളെയും പറ്റി കേട്ടിട്ടുണ്ട്. കുത്തക രാഷ്ട്രങ്ങൾ അവരുടെ കച്ചവട തന്ത്രങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പല നിയമങ്ങളും മെനഞ്ഞുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. പിന്നീട് 10-20 വർഷങ്ങൾക്ക് ശേഷം നാം കേൾക്കുന്നു, ആ നിയമങ്ങൾ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ആ നിയമങ്ങൾക്ക് പകരം മറ്റൊരു നിയമങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു.
ആ നിയമങ്ങൾ ആ കാലഘട്ടത്തിന് പറ്റാത്തതായി മാറിയിരിക്കുന്നു. സമീപ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണ് എങ്കിൽ ആ മാറ്റങ്ങൾ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. ജനസംഖ്യാ വർധനവിനെ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ചൈന. ദമ്പതിമാർക്ക് ജനസംഖ്യ വർദ്ധിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ആ രാജ്യം പുറപ്പെടുവിച്ചിരുന്നു. അത്തരത്തിലുള്ള നയങ്ങൾ രാഷ്ട്രീയമായി അവർ പ്രഖ്യാപിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്കിപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ജനസംഖ്യാ വർധനവ് കുത്തനെ ഇടിയുന്ന കാഴ്ച കാണുമ്പോൾ യുവാക്കളുടെയും കൗമാരക്കാരുടെയും ചിന്താശേഷിയുള്ള ജനവിഭാഗങ്ങളുടെയും വളർച്ചയില്ലാതെ വരുമ്പോൾ സന്താനങ്ങളെ കൂട്ടണമെന്നുള്ള പുനർനിർദ്ദേശം നൽകിക്കൊണ്ട് ജനങ്ങളെ അവബോധിപ്പിക്കേണ്ടുന്ന ഗതികേടിലേക്ക് ആധുനിക ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ന്യായവും അന്യായവും തിരഞ്ഞെടുക്കുന്ന വലിയൊരു വിഷയം കടന്നു വരുന്നു. ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത്? എന്റെ ന്യായം ആരാണ് നിശ്ചയിക്കുന്നത്? നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക ലോകവുമായി താരതമ്യപ്പെടുത്തി നാം ഇത് കേൾക്കേണ്ടതുണ്ട്. ന്യായങ്ങളെയും അന്യായങ്ങളെയും ആരാണ് നിശ്ചയിച്ചു തരുന്നത്? ധാർമ്മികതയെയും അധാർമികതയെയും ആരാണ് നിശ്ചയിച്ചു തരുന്നത്? സമീപ ദിവസങ്ങളിൽ നമ്മുടെ നാട് കേട്ട ഏറ്റവും അധികം വേദനിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമത്. പൊടുന്നനെ തോന്നുന്ന അത്തരത്തിലുള്ള നൈമിഷികമായ തീരുമാനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് പല ആളുകളുടെയും മരണത്തിലേക്കാണ് എന്നുള്ള ജീവിതം ഹോമിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആരുടെ ഭാഗത്താണ് ന്യായം അന്യായം ആരാണ് തീരുമാനിക്കുന്നത്? കൊല്ലപ്പെടുന്നവന്റെ ഭാഗത്ത് ന്യായവും കൊല്ലുന്നവന്റെ ഭാഗത്ത് ന്യായവുമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിയമങ്ങൾ, അല്ലെങ്കിൽ അവിടെ ധാർമ്മികതയെ, അവിടെ നീതിയെ, അവിടെ ന്യായത്തെ ആരാണ് നിശ്ചയിക്കേണ്ടത്? അവിടെയാണ് ഇസ്ലാം ഉത്തരമായി മനുഷ്യരാശിയിലേക്ക് കടന്നു വരുന്നത്. അവിടെയാണ് ഇസ്ലാം അതിനുള്ള മറുപടി പറയുന്നത്. അവിടെയാണ് ഇസ്ലാമിന് മനുഷ്യരാശിയോട് സംവദിക്കാനുള്ളത്. മനുഷ്യ ജീവിതത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് മനുഷ്യനല്ല, മനുഷ്യനെ സൃഷ്ടിച്ച ത്രികാലജ്ഞാനിയായിട്ടുള്ള പ്രപഞ്ചാതീതനായ ഒരു ശക്തിക്ക് മാത്രമേ മനുഷ്യന്റെ നന്മക്ക് ഉതകുന്ന രൂപത്തിൽ നിയമങ്ങളെ സംവിധാനിക്കാൻ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ കൊച്ചുനാട് മുതൽ അന്താരാഷ്ട്ര തലത്തിൽ വരെയുള്ള നീതിന്യായ വ്യവസ്ഥകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ആ വാസ്തവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ, അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ, അവരുടേതായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥകൾ. എന്താണ് വാസ്തവ നീതി എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശ്വാസികളോടായി പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നിശ്ചയം അള്ളാഹുവിന്റെ അടുക്കൽ മതമെന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അവന്റെ വചനങ്ങളിലൂടെ മനുഷ്യരാശിയിലേക്ക് പകർന്നു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ മനുഷ്യന്റെ മനസ്സിങ്ങനെ ചോദിക്കുകയാണ്, ഈ നിയമങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? ആണും പെണ്ണും ഒന്ന് ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കൗമാരക്കാരുടെ, യുവാക്കളുടെ ക്യാമ്പസുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വലിയൊരു ചോദ്യമാണത്. ആണും പെണ്ണും ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഇരിക്കരുതെന്ന് ആരാണ് തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടുള്ളത്? പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചാൽ എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്? ആകാശം ഇടിഞ്ഞു വീഴുന്ന എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ലല്ലോ. പിന്നെ ആരാണ് ഇതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട്, ആരാണ് ഇതിനെയെല്ലാം നിഷേധാത്മകമായുള്ള സമീപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്? ആരാണ്? ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണിത്. കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അത്തരത്തിലുള്ള കർമ്മങ്ങളുടെ സ്വീകാര്യതയെ പറ്റിയുള്ള കാര്യങ്ങൾ. ആർക്കാണ് നന്മയെ തിരിച്ചറിയാൻ കഴിയുന്നത്? ആർക്കാണ് തിന്മയെ തിരിച്ചറിയാൻ കഴിയുന്നത്? ആർക്കാണ് ധാർമ്മികതയെയും അധാർമികതയെയും തിരിച്ചറിയാൻ കഴിയുന്നത്? ആർക്കാണ് നീതിയും അനീതിയും ന്യായവും അന്യായവും മനസ്സിലാക്കാൻ കഴിയുന്നത്? അള്ളാഹുവിനാകുന്നു എന്നുള്ള വിശ്വാസമാണ്, അള്ളാഹുവെ പറ്റിയുള്ള തിരിച്ചറിവാണ് ഇസ്ലാം എന്നുള്ള സുന്ദരമായ പാതയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കേണ്ടത്.
ആ ചിന്തയാണ് നമ്മെ നയിക്കേണ്ടത്. അവിടെയാണ് ആഖിറത്ത് നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ 3 കാരണങ്ങളാണുള്ളത്, മൂന്ന് മാനദണ്ഡങ്ങൾ. ആ 3 മാനദണ്ഡങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ പ്രവർത്തിച്ചവന് മാത്രമേ ആ കർമ്മങ്ങൾ പരിപൂർണമായും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയുള്ളൂ എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്. ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, വമൻ അറാദൽ ആഖിറ, വമൻ അറാദൽ ആഖിറ, ആരാണോ പരലോകത്തെ ആഗ്രഹിക്കുന്നത്. വലിയൊരു കാര്യമാണത്. ജീവിതത്തിന്റെ ഏത് സൂക്ഷ്മമായ പ്രവർത്തനങ്ങളും ആഖിറത്തിനു വേണ്ടിയായിരിക്കണം. എന്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്നുണ്ടോ, നാം ഏറ്റെടുക്കുന്നുണ്ടോ, ഭൗതികമായ കേവല ലാഭങ്ങൾക്കപ്പുറത്ത് മഹത്തരമായ ആഖിറത്തിനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ മാനദണ്ഡം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ അറാദൽ ആഖിറ, ആഖിറത്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ആഖിറത്താണോ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എങ്കിൽ ആ കർമ്മം മാത്രമേ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയുള്ളൂ. ഇത് കർമ്മങ്ങൾക്ക് മുൻപേ ഉണ്ടാകണം. ഏതൊരു കർമ്മം പ്രവർത്തിക്കുന്നതിന് മുൻപും ഈ ചിന്തയുണ്ടാകണം. നമ്മൾ അതിനെ സാങ്കേതികമായി നിയ്യത്ത് എന്ന് പറയപ്പെടാറുണ്ട്. ഈ ഒരു കർമ്മം പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, ഈ സംഖ്യ ഞാൻ ദാനം ചെയ്യുന്നതിന്റെ പേരിൽ, ഈ സമയം ഞാൻ ചിലവഴിക്കുന്നതിന്റെ പേരിൽ, എന്റെ ആരോഗ്യം ഇവിടെ ഹോമിക്കുന്നതിന്റെ പേരിൽ, അള്ളാഹുവേ നാളെ നിന്റെ പരലോകത്ത് എനിക്കിതിന് കൃത്യമായ കണക്ക് നോക്കിയുള്ള പ്രതിഫലം എനിക്ക് നൽകപ്പെടണമെന്നുള്ള ചിന്തയാണ് വമൻ അറാദൽ ആഖിറ, ആരാണോ ആഖിറത്തിനെ ഉദ്ദേശിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഇസ്ലാമികമായി കൊണ്ടുള്ള പല ചർച്ചകളിലും കടന്നു വന്നിട്ടുള്ള ഒരു ഭാഗമാണ് മഹാത്മാക്കളായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് സ്വർഗം ലഭ്യമാകുമോ എന്നുള്ള ചർച്ച. പല മഹാത്മാക്കളുമായിട്ടുള്ള ആളുകൾ ജീവിതത്തിന്റെ മുഖ്യ പങ്കും സാമൂഹിക സേവനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച പല ആളുകളും അവർക്ക് സ്വർഗം ലഭ്യമായില്ലെങ്കിൽ മറ്റൊരാൾക്കും സ്വർഗം ലഭ്യമാകുകയില്ല എന്നുള്ള തരത്തിലെല്ലാം ഇസ്ലാമിക ആശയങ്ങളെ വികലമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ പലതരത്തിലുള്ള സംസാരങ്ങൾക്ക് നാം വേദിയായിട്ടുണ്ട്. അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു, വമൻ അറാദൽ ആഖിറ, ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത്, ആഖിറത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത്, അവൻ അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ മാനദണ്ഡമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വസഅലഹ സഅയഹ, ആ പ്രവർത്തനത്തിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്താണോ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് ആ പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യന് കഴിയുന്ന പരിപൂർണമായ പരിശ്രമം ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുണ്ടാവുക. ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. എന്താണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, എന്താണോ ആ കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അത് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമ്പോഴാണ് വസഅലഹ സഅയഹ, ആ ഭാഗം പൂർത്തിയാക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ രൂപത്തിൽ അതിനെ കാണാൻ നമുക്ക് സാധിക്കണം. അവിടെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുക. അള്ളാഹുവിന്റെ ദൂതനെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി അനുധാവനം ചെയ്തുകൊണ്ട് ഇത്തിബാ നടത്തുക എന്നുള്ളതാണ് എന്ന് പല മുഫസ്സിറുകളും ആ ഭാഗത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ 2 മാനദണ്ഡങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. മൂന്നാമതായി, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിനുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളത് വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കണം എന്നുള്ളതാണ്. അവനിൽ അള്ളാഹുവിന് വിശ്വാസം ഉണ്ടാകണം, കൃത്യമായ വിശ്വാസം അവനിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈമാനുള്ളവന്റെ പ്രവർത്തനമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഏതൊരു പ്രവർത്തനം അനുഷ്ഠിക്കുമ്പോഴും അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ടാകണം. സൂറ ഹുജറാത്തിലൂടെ ഒരു വിഭാഗം ആളുകളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അറാബികളായിട്ടുള്ള ആളുകൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നു, ഖാലു ആമന്ന, അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങളിതാ മുഅ്മിനുകളായിരിക്കുന്നു, ഞങ്ങളിതാ മുഅ്മിനുകളായിരിക്കുന്നു. ഉടനെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നുണ്ട്, അങ്ങനെ പറയരുത്, മുഅ്മിനുകളായി എന്ന് പറയരുത്, അസ്ലംന എന്നാണ് പറയേണ്ടത്.
മുസ്ലിങ്ങളായി എന്നാണ് പറയേണ്ടത്, ആമന്ന എന്ന് പറയാൻ പാടില്ല. ആ വചനത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് മുഅ്മിനുകൾ എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചുകൊണ്ട് ആ മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ട് മാനവരാശിക്ക് മുൻപിലേക്ക് മുഅ്മിനുകളുടെ വിവക്ഷ, അതിന്റെ കൃത്യമായ ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറ ഹുജറാത്തിലൂടെ ആ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമൽ മുഅ്മിനൂനല്ലദീന, തീർച്ചയായും വിശ്വാസികൾ എന്ന് പറയുന്നത് ആമനൂ ബില്ലാഹി വറസൂലി, അവന്റെ പ്രവാചകനെയും അല്ലാഹുവിലും വിശ്വാസമുള്ളവരാണവർ. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്, എന്നാൽ ഒരു കണ്ടീഷൻ അല്ലാഹു അവിടെ കൂടിച്ചേർത്ത് പറയുന്നുണ്ട്. ആ വിശ്വാസം സ്വീകരിക്കുകയും സുമ്മലം യർതാബു, വിശ്വസിച്ച വിശ്വാസത്തിൽ ഒരു തരത്തിലുമുള്ള സംശയവും ഇല്ലാത്തവരാണവർ. നമ്മളെല്ലാവരും മുഅ്മിനുകളാണോ അതോ മുസ്ലിങ്ങളാണോ? നമ്മൾ നമ്മളെ പറ്റി, നമ്മുടെ ആദർശത്തെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ നമ്മൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഈ വിശ്വാസത്തിൽ നിന്നും വ്യതിചലനം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? കൃത്യമായ ആലോചനകൾ ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മുഅ്മിനുകളുടെ ക്വാളിറ്റിയായി അള്ളാഹു പറയുന്നത് സുമ്മലം യർതാബു, ആ കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിലൊരു തരത്തിലുമുള്ള സംശയങ്ങൾക്ക് ഇട നൽകാത്തവരാണ്. വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം, അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നവരുമാണ് അവർ എന്ന് മുഅ്മിനിന്റെ വിശദീകരണമായി പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പറയുന്നുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി ഈമാൻ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികളുടെ ചിന്ത വേറെ രൂപമാണ്. ഏതൊരു മനുഷ്യനും തന്റെ ജീവിതത്തെ പറ്റി കാഴ്ചപ്പാടുള്ള ആ ഒരു കാഴ്ചപ്പാടല്ല ഒരു വിശ്വാസിക്ക് ഈ ജീവിതത്തെ പറ്റിയുള്ളത് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ടുന്ന ഇഹലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും കൃത്യമായി ക്രമീകരിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മേവരെയും അവന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ അവരുടെ ജീവിതത്തോടുള്ള മനോഭാവം ആഖിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. വിശ്വാസികളിൽപ്പെട്ട ചില ആളുകളുടെ സ്വഭാവഗുണം സൂറ ഇൻസാനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. വയുത്ഇമൂന തുആമ, അവർ ഭക്ഷണം മുട്ടുന്നവരാണത്. അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ, ഭക്ഷണം മുട്ടുന്നത് അവരുടെ വിശപ്പെല്ലാം മാറി ഒരു ഇഞ്ച് വയറ്റിൽ സ്ഥലമില്ലാതെ വരുമ്പോഴല്ല മറ്റൊരാൾക്ക് ഭക്ഷണം നീട്ടുന്നത്. അങ്ങേയറ്റം ഭക്ഷണത്തോട് കൊതിയുള്ള സമയത്ത് തന്നെ, വിശപ്പുള്ള സമയത്ത് തന്നെ മിസ്കീങ്ങൾക്കും യതീമുകൾക്കും തടവിലാക്കപ്പെട്ടവർക്കും ഭക്ഷണം കൊടുക്കുന്നവരാണ്, അവരെ ഊട്ടുന്നവരാണ് അവർ. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, എന്റെ വിശപ്പിനെ മാറ്റിവെച്ചുകൊണ്ട് അപരന്റെ വിശപ്പിനെ പരിഗണിച്ച് എന്റെ വായിൽ ചവച്ചരച്ച് ഇറക്കേണ്ടുന്ന ഭക്ഷണം അപരന്റെ വായിലേക്ക് നീക്കി നൽകുന്ന ആ മനുഷ്യരുടെ ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, ആ മനുഷ്യരുടെ വാചകമായി പരിശുദ്ധ ഖുർആൻ പറയുന്നു, തീർച്ചയായും നുത്ഇമുക്കും, ഞങ്ങൾ നിങ്ങളെ ഊട്ടിയത് ലിവജ്ഹില്ല, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഈ ഭക്ഷണം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു നല്ല വാക്ക് കേൾക്കാനോ നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ കേട്ടിങ്ങനെ ആത്മപുളകിതരാകാനോ നിങ്ങൾ വെച്ചു നീട്ടുന്ന എന്തെങ്കിലും ഒരു സമ്മാനം സ്വീകരിക്കാനല്ല എന്റെ വിശപ്പിനെ മാറ്റി ഞങ്ങൾ നിങ്ങളുടെ വിശപ്പിനെ പരിഗണിച്ചത്. ലിവജ്ഹില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് ഞങ്ങൾക്കുള്ള ലക്ഷ്യം. വിശ്വാസിയുടെ ജീവിതത്തോടുള്ള സമീപനം ആ രൂപത്തിലാണ്.
സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്ര നാൾ നാം നന്മ ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള സേവനങ്ങൾ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ മാനദണ്ഡങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ, ഞാൻ നിർവഹിച്ചിട്ടുള്ള മുഴുവൻ നന്മകളും അള്ളാഹു എന്റെ പേരിൽ മഹത്തായ അമലായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എത്ര ആളുകൾക്ക്, എത്ര മനുഷ്യർക്ക്, പറയുന്ന ഞാനടക്കം നമുക്ക് ഓരോരുത്തർക്കും എത്ര കോൺഫിഡൻസോടുകൂടി ആ പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിക്കാറുണ്ട്? എത്രയോ രാത്രികൾ, എത്രയോ സമ്പത്ത്, എത്രയോ നേരം, എത്രയോ ആരോഗ്യം, എത്രയോ സമയം അള്ളാഹുവിന് വേണ്ടി എന്നുള്ള പേരിൽ നാം നമ്മുടെ ജീവിതത്തിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ എത്ര രൂപ, എത്ര നിമിഷം, എത്ര ആരോഗ്യം എന്റെയും നിങ്ങളുടെയും പേരിൽ നന്മയായി അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്? ആലോചിക്കേണ്ട നമ്മൾ, കൃത്യമായി പരിശോധിക്കേണ്ട നമ്മൾ. പരിശുദ്ധ ഖുർആൻ എന്താണ് സ്വർഗത്തിന് പകരമായി നൽകുവാൻ കഴിയുന്നത് എന്ന് സ്വഹാബികളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ സ്വഹാബത്ത്, പ്രവാചകന്റെ സ്വഹാബത്ത് ഇരു കൈയും നീട്ടിക്കൊണ്ട് മുഴുവനും എടുത്ത റസൂലെ, പകരം ഞങ്ങൾക്ക് സ്വർഗം തന്നാൽ മതി എന്ന് പറയുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നത്, മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകനോട് അണയണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് റോമിൽ നിന്നും മക്കയിൽ വന്നുകൊണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ പകരമായി തന്നെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ പൂഴ്ത്തിവെച്ചിട്ടുള്ള ആ വിഭവങ്ങളെ പറ്റി കൃത്യമായി രേഖ കൊടുക്കുകയാണ് ശത്രുക്കൾക്ക്. എടുത്തുകൊള്ളൂ, മുഴുവനും എടുത്തുകൊള്ളൂ, എന്നെ എന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒന്ന് വിട്ടാൽ മാത്രം മതി എന്ന് ശത്രുക്കളോട് പറഞ്ഞുകൊണ്ട് ആത്മീയ വിജയം നേടുന്ന, വമൻ അറാദൽ ആഖിറ, ആഖിറത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സുന്ദരമായ രംഗങ്ങൾ റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. എന്ത് നമുക്ക് നൽകാൻ സാധിച്ചു? ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു? കൊടുത്തത് പരിപൂർണമായും അള്ളാഹുവിലേക്ക് സ്വീകരിപ്പിക്കാൻ വേണ്ടി എന്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു? കൃത്യമായ പുനരാലോചന വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അടിമുടി മാറ്റേണ്ടതുണ്ട്. കണ്ണിൽ കാണുന്ന രംഗങ്ങൾ മുഴുവനും, മുന്നിൽ കിട്ടുന്ന മുഴുവൻ സാഹചര്യങ്ങളും ആത്മീയ വിജയത്തിനു വേണ്ടി ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി ചിട്ടയോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളെ കൃത്യമായി വിനിയോഗിക്കുവാൻ, സമയങ്ങളെ കൃത്യമായി വിനിയോഗിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ കൃത്യമായ വിനിയോഗങ്ങൾ, കൃത്യമായ ചിലവഴിക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ച് ദഅവ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി, അതിന്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഫണ്ട് കളക്ഷൻ, ദഅവ ഫണ്ട് കളക്ഷൻ ഇൻഷാ അല്ലാഹ് ഈ ജുമാ നമസ്കാരത്തിന് ശേഷം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല സഹകരണം ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രദേശം, കൊടുങ്ങല്ലൂർ പ്രദേശം, ഈ കേരളത്തിലെ, ഈ ഇന്ത്യയിൽ അറിയപ്പെട്ടത് നിസ്വാർത്ഥരായ സ്വഹാബത്തിന്റെ, പ്രവാചകന്മാരുടെ അനുചരന്മാരുടെ ദഅവത്തിന്റെ ഫലമായി കൊണ്ടാണ്. പ്രവാചകന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അവരുടെ ഒട്ടകങ്ങൾ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത് അതിനെ മുന്നോട്ട് തെളിച്ചുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് സ്വഹാബിമാർ സഞ്ചരിച്ച സഞ്ചാരമാണ് ഈ മഹാവെള്ളി വെളിച്ചത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആധുനിക നവോത്ഥാനം, ആധുനിക ദഅവത്ത് നമ്മൾ നടത്തേണ്ടതുണ്ട്. മുഅ്മിനുകളായി മുഅ്മിൻ കുടുംബങ്ങളിൽ ജീവിക്കുന്ന, മുസ്ലിം കുടുംബങ്ങളിൽ ജീവിക്കുന്ന യുവതി യുവാക്കൾക്ക്, കൗമാരക്കാർക്ക്, വയോജനങ്ങൾക്ക് കൃത്യമായി ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെ ആഗ്രഹിച്ചുകൊണ്ട്, ഈ ആശയത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ദാഹിച്ചുകൊണ്ട് കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്, മനുഷ്യരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ നാടുകളിൽ. അവർക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടതിന്റെ ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലും നമ്മൾ ഓരോരുത്തരിലുമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നഷ്ടക്കാരല്ലാതെ പോകുന്ന 3 വിഭാഗം ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ആ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടുമുള്ള ഉപദേശത്തെ മുഫസ്സിറുകൾ ഏകകണ്ഠേന പറഞ്ഞു, അത് ദഅവത്താണ്, അത് ഈ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചമാണ്, അത് പ്രചരിപ്പിക്കലാണ്, അത് പരിപൂർണമായി കഴിയാവുന്ന അത്രയും പ്രകടമാക്കുക എന്നുള്ളതാ. ആ രൂപത്തിൽ ഈ സംരംഭവുമായി, ഈ ദഅവ ഫണ്ട് കളക്ഷനുമായി നിസ്വാർത്ഥരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള
ഓരോ മനുഷ്യരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ആഖിറത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് നാം ചിലവഴിച്ചിട്ടുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും മുഴുവൻ വിഭവങ്ങളും ഏറ്റവും വലിയ നന്മയായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചിലവഴിച്ചിട്ടുള്ള നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം ഒട്ടും കുറയാതെ തന്നെ അള്ളാഹു അത് നമ്മിൽ നിന്നും ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും വിട്ടുപുറത്തു മാപ്പാക്കി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ ആശയപരമായിട്ട് വ്യതിരിക്തമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല മനുഷ്യരുമുണ്ട്, പല മുസ്ലിം നാമധാരികളുമുണ്ട്, യുവതി യുവാക്കളുണ്ട്, കൗമാരക്കാരുണ്ട്. നേരിന്റെ ദിശ പകർന്നു കൊടുക്കുവാൻ, അള്ളാഹുവിന്റെ ഈ ദീനിലേക്ക് അവരെ ക്ഷണിക്കുവാൻ, യഥാർത്ഥ തൗഹീദിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ അജ്റ വാലിദിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.